ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ +2 അക്കൗണ്ടൻസി ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീസാണ്. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ നോക്കുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, പാർട്ട് എയിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ആവാൻ ഉള്ള ആ ഒരു നമ്പർ എത്രയാണ്, എത്ര പേരെയാണ് മാക്സിമം പാർട്ട്നേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക? അതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നമ്പർ 50. എത്രയാണ് നമ്പർ? 50 ആണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന മോഡൽ എക്സാമിനും ആനുവൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് മനസ്സിലുണ്ടാവുക കേട്ടോ. എത്രയാണ് മാക്സിമം നമ്പർ എന്ന് പറയുന്നത്? 50 ആണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, Mr. Sarjan, a partner in a firm, advanced rupees 2 lakh to the firm as a loan. He will be entitled to receive interest on loan at dash if the partnership deed does not mention interest rate. നമുക്കറിയാം, ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ടു ലോൺ കൊടുക്കാറുണ്ടെങ്കിൽ, പാർട്ട്നേഴ്സ് എന്തെങ്കിലും ലോണായിട്ട് ഫേമിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ മുകളിൽ 6% ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയാണ്? 6%. പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 6% പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് ദ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ? അതായത് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, പുതുതായിട്ടൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതുമായിട്ട് എന്താണ് ചോദിക്കുന്നത്? വിച്ച് വൺ ഈസ് നോട്ട് റിലേറ്റഡ്, ബന്ധം ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അത്യാവശ്യമായിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. വാല്യൂഷൻ ഓഫ് എ ഗുഡ് വില്ല് ആവശ്യമാണ്. റീവാല്യൂഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും അവിടെ ആവശ്യമാണ്. എന്നാൽ ഓപ്ഷൻ സി ഗെയിനിങ് റേഷ്യോ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പിൽ ആവശ്യമില്ല. ആ സമയത്ത് സാക്രിഫൈസിങ് റേഷ്യോ ആണ് കണ്ടുപിടിക്കുക. ഗെയിനിങ് റേഷ്യോ ഒക്കെ നമ്മൾ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്തിൻ്റെ സമയത്താണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഗെയിനിങ് റേഷ്യോ. അടുത്ത ചോദ്യം നിങ്ങളൊന്ന് ട്വിസ്റ്റ് ആൻഡ് ടേൺ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും. കുറച്ചൊരു ട്വിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ നമുക്ക് 3 ഓപ്ഷൻസ് വരെ എന്ത് ചെയ്യാം, ആൻസറായിട്ട് വരാം. അതിനെല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള റീസൺസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കാം. എ ബി സി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 2:3:1, റിട്ടയേഴ്സ് ഫ്രം ദ ഫേം ആൻഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈലന്റ് അബൌട്ട് ഹൗ എ ആൻഡ് സി അക്വയർ ദ ഷെയർ ഓഫ് ബി. ദെൻ ദേ വിൽ ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ബി ഇൻ ദ ഡാഷ്. അതായത് 3 പേരുള്ള പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. അവർ 2:3:1 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റേഷ്യോയിൽ ഇങ്ങനെ ലാഭമൊക്കെ വീതം വെച്ച് അങ്ങ് പോവായിരുന്നു. ആ ഒരു സമയത്ത് എന്താണ്, ആരോ ഒരാൾ റിട്ടയർ ആവുന്നത്. ആരാ റിട്ടയർ ആവുന്നത്? ബി ആണ് റിട്ടയർ ആവുന്നത്. അങ്ങനെ റിട്ടയർ ആവുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെങ്കിൽ എയും സിയും ഇനി എങ്ങനെയാണ് ബിയുടെ ഷെയർ അക്വയർ ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. അത് ഓൾഡ് റേഷ്യോയിലാണോ, ന്യൂ റേഷ്യോയിലാണോ, ഈക്വൽ റേഷ്യോയിലാണോ, നൺ ഓഫ് ദീസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഇവിടെ നിങ്ങൾ ഓൾഡ് റേഷ്യോ എന്ന് എഴുതിയാലും, ഇനി നിങ്ങൾ എഴുതാണ് ന്യൂ റേഷ്യോ എന്ന് എഴുതിയാലും, നൺ ഓഫ് ദിസ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾഡ് റേഷ്യോ എന്ന് എഴുതി കഴിഞ്ഞാലും, ന്യൂ റേഷ്യോ എന്ന് എഴുതി കഴിഞ്ഞാലും, നൺ ഓഫ് ദിസ് എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും എന്തല്ല, ഈക്വൽ റേഷ്യോ അല്ല. ഈക്വൽ റേഷ്യോ എന്ന് എഴുതിയവരുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈക്വൽ റേഷ്യോ അല്ല മക്കളെ. നമുക്ക് ഓൾഡ് റേഷ്യോ എന്ന് പറയാം, ന്യൂ റേഷ്യോ എന്നും പറയാം, നൺ ഓഫ് ദിസും പറയാം. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ട്. ഓൾഡ് റേഷ്യോ എന്ന് എഴുതിയാലും ശരിയാണ്. എന്തായാലും ഈക്വൽ റേഷ്യോ അല്ല. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അനു, ബിനു ആൻഡ് സിനു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഈക്വലി. അനുവും ബിനും സിനുവും എങ്ങനെയാണ് 1:1:1 എന്നുള്ള റേഷ്യോയിലാണ് ഇപ്പം ലാഭം ആയാലും നഷ്ടമായാലും വീതം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ബിനു റിട്ടയേഴ്സ് ഫ്രം ദ ഫേം. ബിനു എന്ത് ചെയ്യാണ്? ഫേമിൽ നിന്ന് റിട്ടയർ ആവാണ് 31st March 2021. And his capital account has a balance of 3 lakh after making all adjustments on his account. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും കഴിഞ്ഞതിന് ശേഷം എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ 3 lakh rupees ബാലൻസും ഉണ്ട്.
ബട്ട് അനു ആൻഡ് സിനു ഡിസൈഡ് ടു പേ ഹിം 3,25,000. അനു സിനു 3,25,000 വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റിൽമെൻറ്റിൽ പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, 25,000 പെയ്ഡ് ടു ഹിം ആൻഡ് എക്സസ് ഓഫ് ഹിസ് ക്യാപിറ്റൽ ബാലൻസ് ഡാഷ്. അതായത് ശരിക്കും 3 ലാഖാണ് ക്യാപിറ്റലിൽ കൊടുക്കാനുള്ളത്, പക്ഷേ 3,25,000 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സസ് വരുന്ന ഈ 25,000 ഉണ്ടല്ലോ, അതെന്താണെന്നാണ് ചോദിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ ബി, ഹിഡൻ ഗുഡ് വിൽ. ക്ലിയർ അല്ലേ? ഇത് എന്താ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചാൽ പലർക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്നത്. ഇതിലേതെങ്കിലും 4 ചോദ്യങ്ങൾക്കായിരുന്നു നിങ്ങൾ ആൻസർ ചെയ്യണം. അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതാ സ്കിപ്പ് ചെയ്തതെന്നും കൂടി ഒന്ന് പറയാം. റെഡി അല്ലേ? ഇപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.